നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തിൽ തുടക്കമാണ്. ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണം ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമായി തന്നെ ന്യൂസ് 18 രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട് ഈ മാസം മുഴുവൻ പ്രേക്ഷകർക്കായി രാമായണ പാരായണം ഉണ്ടാകും. മാത്രമല്ല, പശ്ചിമേഷ്യയിലേക്ക് പോയാൽ അവിടെ സംഘർഷം അതിരൂക്ഷമാണ്. തുടർച്ചയായ 6ാം ദിവസവും ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. പല മേഖലകളിലും അതിശക്തമായ ആക്രമണമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക തന്നെ ഇസ്രായേലിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആക്രമണത്തിലെ ഈ കരാർ ലംഘനത്തിലടക്കം കൃത്യമായ പങ്കുവഹിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ള വിമർശനം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു. വിശദമായി തന്നെ ഈ വാർത്ത ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തുടർച്ചയായ 6ാം ദിനവും ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്ക ബന്ദർ അബ്ബാസ് നഗരത്തിലെ പവർ പ്ലാന്റുകളും റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. 7 പേർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും പ്രത്യാക്രമണം നടത്തി ഇറാൻ. നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 58% പെൺകുട്ടികൾ. +1 പരീക്ഷാഫലം വൈകിട്ട്. ലീഗ് മന്ത്രിമാരുടെ യോഗം ഇന്ന് പാണക്കാട്ട്. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദങ്ങളും പരിഗണിക്കാൻ സാധ്യത. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ ഇന്ന് SIT റിപ്പോർട്ട് സമർപ്പിക്കും. ക്ഷേത്ര ഭരണസമിതിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. ജൂലൈ 15-ന് SITക്ക് അനുവദിച്ച സമയം പൂർത്തിയായി. ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. ഇനി രാമായണ ശീലുകൾ മുഴങ്ങും. രാമായണ മാസാചരണത്തിന് ഇന്ന് തുടക്കം. ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിവേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. മുൻകൂർ ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷൻ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SIT റിപ്പോർട്ടും കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് കാരണം പറഞ്ഞ് KSEB. പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ചീമേനി പദ്ധതി വീണ്ടും പരിഗണിച്ച സർക്കാർ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കുകയാണ്. തുടർച്ചയായ 6ാം ദിവസവും ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ബന്ദർ അബ്ബാസ് നഗരത്തിലെ പവർ പ്ലാന്റുകളും റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും അമേരിക്ക തകർത്തെറിഞ്ഞു. 7 പേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരം. പക്ഷേ മരണസംഖ്യ വല്ലാതെ ഉയരും എന്നുള്ള വിവരങ്ങളും അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാൻ മറുപടിയായി ബഹ്റൈനിലും കുവൈറ്റിലും വലിയ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖത്തറിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് മടങ്ങില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഇതിനിടെ ഇറാനുമായുള്ള US സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയ ഇസ്രായേലാണെന്ന് JD വാൻസ് പരസ്യമായി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പരോക്ഷമായ ചില വിമർശനങ്ങൾ മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ വാർത്തകൾ നൽകിയിരുന്നു. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് എന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ പരസ്യമായി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ പ്രതിസന്ധിയിലാവുകയാണ്. സമാധാന വിഷയങ്ങളിൽ ഇപ്പോൾ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആദ്യം JD വാൻസിന്റെ വാക്കുകളിലേക്ക്. But I definitely think you have seen this very discreet, extremely well-funded campaign to try to derail the negotiation and try to derail the deal. And, you know, there's this Time article that came out yesterday. A friend sent it to me. It's like worth reading because it lists a bunch of people who have quite literally been paid by a former Trump campaign person who was himself paid by certain elements within the Israeli government. And those people are attacking me viciously for quite literally trying to accomplish the negotiation objective that the president set for the country. JD വാൻസിന്റെ വാക്കുകളിലേക്ക് വരാം. അത് വളരെ പ്രധാനമാണ്. കാരണം അമേരിക്ക ഇസ്രായേൽ സഖ്യം തകരുന്നു.
പരസ്യമായ കുറ്റപ്പെടുത്തലുകൾ ഉടലെടുക്കുന്നു. ഇതിനിടയിൽ പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. അജയ് സുധാ ബിജു, അജയ്, നമുക്ക് ആക്രമണത്തിലേക്ക് തന്നെ വരാം. തുടർച്ചയായി 6ാം ദിവസമാണ് അമേരിക്കയുടെ ആക്രമണം. അതും നേരത്തെ പറഞ്ഞതുപോലെ സൈനിക കേന്ദ്രങ്ങളെയും എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയും ഒക്കെ ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ ജനവാസ മേഖലകൾ കൂടി കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം. എല്ലാ ആയുധ സജ്ജീകരണങ്ങളും അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അമേരിക്ക മാത്രം ആക്രമണത്തിൽ പങ്കെടുക്കുന്നു, ഇസ്രായേൽ ഇപ്പോൾ ഈ വിഷയത്തിൽ അമേരിക്കക്കൊപ്പമില്ല എന്നുള്ളത് തന്നെയല്ലേ? തുടർച്ചയായിട്ടുള്ള 6ാം ദിവസമാണ് അമേരിക്ക ഇറാനിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്നും ആക്രമണം നടത്തിയിട്ടുള്ളത് ഹോർമുസ് കടലിടുക്കുമായി ചേർന്നിരിക്കുന്ന ഇറാനിയൻ നഗരങ്ങളിലാണ്. സിറിക്ക്, ബന്ദർ അബ്ബാസ്, അതുപോലെ ബുഷഹർ എന്നീ നഗരങ്ങളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും പ്രധാനം ബന്ദർ അബ്ബാസിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ പാലങ്ങളും പവർ പ്ലാന്റുകളും എല്ലാം കേന്ദ്രീകരിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തന്നെ US നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു വലിയ പാലം തന്നെ തകർന്നിട്ടുണ്ട്. ബന്ദറി ഖാമിർ എന്ന പാലമാണ് തകർന്നത്. ഈ പാലം തകർന്നുള്ള അപകടത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. 9ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നടന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് 30 പേർ കൊല്ലപ്പെട്ടതായിട്ട് അവിടെയുള്ള ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു. 300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും അവരുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നടന്ന ആക്രമണങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാലവും അതുപോലെ ജനവാസ മേഖലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അടക്കം ഇതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ജനങ്ങൾ വന്നുകൂടുന്ന മേഖലകളിലേക്കാണ് US ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. ഈ ഹോർമുസ് കടലിലേക്ക് ഇറാന് നേരിട്ട് ഒരു സ്വാധീനം ചെലുത്താനാകുന്ന, ഹോർമുസ് കടലിടുക്കിനെ നിരീക്ഷിക്കാനാകുന്ന നഗരങ്ങളാണ് ഈ സിറിക്ക്, ബന്ദർ അബ്ബാസ് എന്നിവ. അപ്പോൾ ഇവിടങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം കുറയ്ക്കുക തന്നെയാണ് US-ന്റെ ലക്ഷ്യം. ഇറാന് ഹോർമുസിലെ നിയന്ത്രണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് US അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാനും ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഗൾഫ് നാടുകളിലേക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇറാൻ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലുള്ള ഒരു US ബേസിലെ എയർക്രാഫ്റ്റ് ഇറാൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. അതുപോലെ കുവൈറ്റിലും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ജാഗ്രതാ അലേർട്ട് പിൻവലിച്ചു എന്നാണ് വിവരമുള്ളത്. ജോർദാനിലും കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ ഇറാൻ നടത്തി. ഇറാൻ ആർമിയുമായി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകില്ല എന്നാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലവിധ ആവശ്യങ്ങൾ ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഇറാൻ എന്തൊക്കെ അവർ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ അമേരിക്കയുടെയും ഇറാന്റെയും മാത്രം വിഷയമല്ല, ലോകരാജ്യങ്ങളെയെല്ലാം വലിയ തോതിൽ ബാധിക്കുന്ന കാര്യങ്ങളായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം. അതാണല്ലോ പ്രധാനം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ആഗോള ഇന്ധന വിപണിക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് ചില്ലറയായിരിക്കില്ല. തീർച്ചയായിട്ടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും അവരുടെ സ്വന്തം രാജ്യത്തുള്ള എണ്ണ സംഭരണികൾ, അതുപോലെ തന്നെ ഈ ഭക്ഷ്യകേന്ദ്രങ്ങൾ, ഇവയോടെല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു കടുത്ത പ്രതിസന്ധി തന്നെ ഹോർമുസ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. US എന്നാൽ മേഖലയിൽ ഉപരോധം ശക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ ഒരു പരിധിയിൽ കപ്പലുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആളൊഴിഞ്ഞ ഒരു ഇറാനിയൻ ടാങ്കറിന് നേരെ US ആക്രമണം നടത്തിയിരുന്നു. ഇറാനും ഇത് സ്ഥിരീകരിച്ച ഒരു വിവരമാണ്. നിലവിൽ ഇറാനകത്ത് കടുത്ത ഒരു ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് വിവരം. ഇറാൻ ഔദ്യോഗികമായി തന്നെ ജനങ്ങളോട് AC ഉപയോഗം ഉൾപ്പെടെ കുറയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ടെഹ്റാൻ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് 200-ലധികം ക്യാൻസർ പേഷ്യന്റിനെ നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ആക്രമണങ്ങൾ കടന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും ഇറാനിൽ നിന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അങ്ങോട്ടുള്ള ഇറാനിലേക്കുള്ള ആക്രമണവും ഇറാന്റെ ഗൾഫ് നാടുകളിലേക്കുള്ള പ്രത്യാക്രമണവും വളരെ കടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് JD Vance
വാൻസിന്റെ വിമർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. JD വാൻസ് പറയുന്നത് US-ന്റെ ഒരു ഡീല് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇസ്രയേൽ ഫണ്ടഡ് ആയിട്ടുള്ള ചില ആളുകൾ ഇറാനുമായിട്ടുള്ള ഡീലിനെ തകർക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് അയാൾ ഒരു കാര്യം എടുത്തു പറയുന്നത്, മുൻപ് ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തിയിരുന്ന ഒരു അമേരിക്കൻ സിറ്റിസണിന് ഇസ്രയേൽ ഫണ്ട് കൊടുത്ത് ഈ ഇറാനുമായിട്ടുള്ള ഈ ഒരു സമാധാന കരാർ അത് പൊളിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. അതായത് ഇസ്രയേലിന് ഈ സൈനിക ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹം. എന്നാൽ US ഈ സമാധാന കരാറിലൂടെ ഇറാനുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അത് തകർക്കാൻ തന്നെ ഇസ്രായേൽ ശ്രമിച്ചു. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെയും അതുപോലെ മറ്റ് നയതന്ത്രപരമായി ഗൾഫ് രാജ്യങ്ങളെ US-നെതിരാക്കിക്കൊണ്ടും ഇത്തരത്തിലാണ് ഇസ്രായേൽ തങ്ങളുടെ നീക്കങ്ങൾ നടത്തിയതെന്നാണ് പ്രധാനമാണ്. JD വാൻസ് അമേരിക്ക പരസ്യമായി തന്നെ ഇസ്രായേലിന്റെ രംഗത്ത് വരുന്ന സാഹചര്യം അത് ഈ സമാധാന ചർച്ചകളെ ബാധിക്കും, യുദ്ധത്തെ ബാധിക്കും, സംശയമില്ല. അമേരിക്ക ഇസ്രായേൽ സഖ്യം തകരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം. മറ്റു വാർത്തയിലേക്ക്. മ്യാൻമാർ തീരത്തുണ്ടായ ഇരട്ട ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ അന്താരാഷ്ട്ര ഏജൻസികൾ കടുത്ത ആശങ്ക, UN അടക്കം കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ജൂൺ അവസാന വാരത്തിൽ മ്യാൻമറിലെ രഖൈനിൽ നിന്ന് അഭയാർത്ഥികളുമായി പുറപ്പെട്ട 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി ഏജൻസിയായ UNHCR, അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 500-ലധികം ആളുകളെ കടലിൽ കാണാതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. മ്യാൻമാറിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സുരക്ഷിതമല്ലാത്ത ബോട്ടുകളിൽ മലേഷ്യയോ ഇന്തോനേഷ്യയോ ലക്ഷ്യമാക്കി പോയവരാണ് ഈ അഭയാർത്ഥികൾ എന്നാണ് സൂചന. ഏതായാലും വലിയ ദുരന്തമായി ഇത് മാറുന്നു. മരണസംഖ്യ വർദ്ധിക്കും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. രാമായണ മാസത്തിന് ഇന്ന് തുടക്കമായി. 4 അമ്പലങ്ങളും ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം മുഴുവൻ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണം നടക്കും. നവമി ദിനേശുണ്ട്. നവമി ഉള്ളത് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലാണ്. നവമി കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും രാമായണ ശീലികൾ കൊണ്ട് മുഖരിതമാകുന്ന ആളുകളാണ് ഇനി ഒരു മാസം. എന്താണ് തൃപ്പൂണിത്തുറയിലെ കാഴ്ചകൾ, പ്രത്യേകതകൾ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ശ്രീരാമക്ഷേത്രത്തിലാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രത്യേക പൂജകളും ചടങ്ങുകളും അതോടൊപ്പം തന്നെ രാമായണ പാരായണമൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ആത്മീയ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ള രാമായണ മാസത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഇന്നു മുതൽ സന്ധ്യാസമയങ്ങളിൽ അധ്യാത്മ രാമായണ പാരായണം ആരംഭിക്കും. ഇതിൻ്റെ ഒരു നമുക്കറിയാം, രാമായണ പാരായണം നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രസക്തി എത്രമാത്രമാണെന്ന് നമുക്കറിയാം. മഴയും പ്രകൃതിയുടെ മാറ്റങ്ങളും നിറഞ്ഞ കർക്കിടക മാസം പണ്ട് കാലം മുതൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കരുതൽ ആവശ്യമുള്ള സമയമാണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തെ ആത്മീയ ചിന്തകൾക്കും കുടുംബ പ്രാർത്ഥനകൾക്കും ദാനധർമ്മങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന രാമക്ഷേത്രത്തിൽ 8:30 കൂടിയാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത്. ഇത് 31 ദിവസത്തെ ഒരു ചടങ്ങാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് ഉച്ചയ്ക്ക് 11:30 വരെയാണ് ഇവിടുത്തെ രാമായണ പാരായണം. ഇവിടെ അത് അവതരിപ്പിക്കുന്നത് ശ്രീരഞ്ജിനി ആചാര്യ ആണ്. അങ്ങനെ 31 ദിവസത്തെ രാമായണ പാരായണമാണ്. ഒരു മാസം മുഴുവൻ 7 കാണ്ഡങ്ങളിലായി രാമായണം വായിച്ചു തീർക്കുന്ന പതിവാണ് ഉള്ളത്. അത് വീടുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള കാര്യമാണ് നടക്കുന്നത്. ബാലകാണ്ഡം മുതൽ ഉത്തരകാണ്ഡം വരെ ഓരോ ദിവസവും നിശ്ചിത ഭാഗം വായിക്കുന്നതാണ് പതിവായി കണക്കാക്കുന്നത്. ഒപ്പം നമുക്കറിയാം ഈ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ രാമായണം പാരായണം നടത്തുന്നത് പോലും നമ്മുടെ ഒക്കെ നിത്യജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി തന്നെയാണ് കണക്കാക്കുന്നത്. സത്യം, ധർമ്മം, വാക്കുപാലിക്കൽ, മാതാപിതാക്കളോടുള്ള ആദരവ്, സഹോദര സ്നേഹം, സൗഹൃദം, ഭരണനീതി, കുടുംബങ്ങൾ, ക്ഷമ, ത്യാഗം എന്നിവയെക്കുറിച്ചുള്ള നിരവധി സന്ദേശങ്ങളാണ് രാമായണം നൽകുന്നത്. ഇത് രാമൻ്റെ ജീവിതം ധർമ്മത്തിൻ്റെ പ്രതീകമായും സീതാദേവി
സഹനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായും, ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിൻ്റെയും അനുഭാൻ ഭക്തിയുടെയും സേവന മനോഭാവത്തിൻ്റെയും പ്രതീകമായാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും രാമായണ മാസത്തിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ, രാമായണ പാരായണമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആൾക്ക് നിൽപ്പുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത്? ഒപ്പം ഈ രാമായണ പാരായണം എപ്പോഴൊക്കെയാണുള്ളത്? രാമായണ പാരായണം ഈ രാവിലെ 8:30 മുതൽ 9:30 മണി വരെ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ മഴയും എല്ലാം കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഭഗവാന്റെ നാമം ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ ആ ഫലം അതിലുണ്ടാവും, അതാണ് ഉദ്ദേശം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ രാമായണ പാരായണം. അതെ. അതാണ്. എന്തായാലും രഞ്ജിത്ത്, കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമായാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വൈകുന്നേരങ്ങൾ, സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം നടത്തുകയും ഒപ്പം അത്തരത്തിലുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ കുടുംബത്തിലേക്ക് വരിക എന്നിവയാണ് പ്രധാനമായും ഈ രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ ഒക്കെ വീടുകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. പണ്ട് നമ്മുടെ വീട്ടുകളിലെ മുതിർന്ന, പ്രത്യേകിച്ച് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് രാമായണ പാരായണം നടത്തുകയും നമ്മളൊക്കെ അവരോടൊപ്പം ചെന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം മാറിയെങ്കിൽ പോലും ഇപ്പോഴും ഈ രാമായണ മാസം ആരംഭിക്കുമ്പോൾ പല കുടുംബങ്ങളിലും ഇതിൻ്റെ രാമായണ പാരായണം ഉണ്ടാകും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാകും. ഇന്ന് നല്ല മഴയാണ്, അല്പസമയം മുമ്പാണ് മഴ ആരംഭിച്ചത്. അങ്ങനെ ആരോഗ്യം നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു മാസമായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ രാമായണ പാരായണവും ഒപ്പം ആയുർവേദ ചികിത്സകളുമൊക്കെ ഈ മലയാളികൾ ഈ രാമായണ മാസം നടത്തുന്നത്. എന്തായാലും കർക്കിടക 1 ആണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ചില ഓർമ്മപ്പെടുത്തലുകൾ, പരമ്പരാഗതമായി തുടർന്നു വന്ന പല കാര്യങ്ങളും, എല്ലാവിധ ഐശ്വര്യങ്ങൾ പഞ്ഞമാസമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനായ ചിട്ടകളും ചടങ്ങുകളും ഒക്കെയുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് വളരെ കൃത്യമായി നടന്നു പോവുകയും ചെയ്തു. നവമിയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 11.21 ലക്ഷം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. യോഗ്യത നേടിയവരിൽ 58% പെൺകുട്ടികളാണ്. 715 ഉയർന്ന സ്കോർ. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്ത, ഹരിയാനയിൽ നിന്നുള്ള പൻഷുൽ ബൻസാൽ എന്നിവരാണ് ടോപ്പ് സ്കോറർമാർ. 19 വിദ്യാർത്ഥികൾ 700-ലധികം മാർക്ക് നേടി. 138 പേർക്ക് 690 മുകളിൽ മാർക്കുണ്ട്. NEET.NTA.NIC.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഫലമറിയാം. നീറ്റിൽ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് നീരജ് ബി ആണ്. കൊല്ലം കൊല്ലക സ്വദേശികളായ ബിജുവിൻ്റെയും രേഖയുടെയും മകനാണ്. മെയ് 3-നാണ് നീറ്റ് പരീക്ഷ നടന്നതെങ്കിലും ചോദ്യപേപ്പർ ചോർന്നുവന്ന ആരോപണങ്ങളെ തുടർന്ന് മെയ് 12-ന് പരീക്ഷ റദ്ദാക്കിയിരുന്നു. കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, ഏറെ ആശങ്കകൾക്കൊടുവിലാണ് പരീക്ഷാ ഫലമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് മാനസിക പ്രയാസമുണ്ടായ സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടായി. ഇപ്പോൾ ഈ റിസൾട്ട് പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ എത്രത്തോളം നേട്ടമുണ്ട്? വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഫലപ്രഖ്യാപനം വന്നത്. 11.21 ലക്ഷം കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. അതായത് മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകൾക്ക് രാജ്യത്തുടനീളം പ്രവേശനം നേടുന്നതിന് യോഗ്യത നേടി എന്നതാണ് ശ്രദ്ധേയം. ഈ യോഗ്യത നേടിയവരിൽ 58%-ലധികവും പെൺകുട്ടികളാണ് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. നമുക്കറിയാം 720-ലാണ് നീറ്റിന്റെ സ്കോർ നൽകുന്നത്. നീരജ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നീറ്റ് പരീക്ഷയിൽ വാങ്ങിയ മിടുക്കനാണ്. നീരജ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വലിയ അഭിമാനമുണ്ട് കേട്ടോ. നീരജ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. എങ്ങനെയുണ്ട് റിസൾട്ട് വന്നപ്പോൾ? എങ്ങനെയുണ്ട് വീട്ടിലെ ഒരു അന്തരീക്ഷ സാഹചര്യം? എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലേ? സന്തോഷത്തിലാണ്. എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പൊക്കെ നീരജ്? തയ്യാറെടുപ്പ് ബ്രില്യന്റിന്റെ ഒരു ഹെൽപ്പോടുകൂടി, പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാ ചിട്ടയായ ഒരു പഠനവും
പിന്നെ പരീക്ഷകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ആയിരുന്നു. ഉം. അതാണ് ഹെൽപ്പ് ചെയ്തത് ഈ ജേണിയിൽ മൊത്തത്തിൽ. നീരജ് ആ ഒരു പ്രതീക്ഷയിൽ, ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെ ആയിരുന്നു അല്ലേ? ഒരു മികച്ച റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു അല്ലേ? എന്താ ഇനിയുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി PGക്ക് ഇത് കഴിഞ്ഞ് കയറിയണം. ഇനി നല്ലൊരു കോളേജിൽ കയറുക. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇനി കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇടയ്ക്ക് പരീക്ഷ റദ്ദാക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് എങ്ങനെയായിരുന്നു അതിനെയൊക്കെ നേരിട്ടത്? പലയിടത്തും ആശങ്ക ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ. അതെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയോ? ആദ്യമൊക്കെ അത് കഴിയുമ്പോഴത്തേക്കും അത് കാരണം കേരളത്തിൽ പിള്ളേർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കുറച്ച് പേര് വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിന്റെ ആ സിറ്റുവേഷൻ മനസ്സിലായി. കുറച്ചുകൂടി തയ്യാറെടുക്കാൻ സമയം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ശരി, അപ്പൊ എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു സർ. ഭാവിയിലേക്കും എല്ലാ ആശംസകളും നീരജ്. കാർത്തിക് തുടരാം. രഞ്ജിത്ത്, 720-നാണ് നീറ്റിന്റെ സ്കോർ ഉള്ളത്. അതിൽ 715 നേടി 2 വിദ്യാർത്ഥികൾ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറർമാരായി എന്നതാണ് പ്രത്യേകത. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്തയും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നുള്ള പൻഷുൽ ബൻസാലും. മാത്രമല്ല 19 വിദ്യാർത്ഥികൾക്ക് ഈ നീറ്റിന്റെ പുനഃപരീക്ഷയിൽ അവർ 700-ലധികം മാർക്ക് നേടി. 138 വിദ്യാർത്ഥികൾ 690-ലധികം മാർക്ക് നേടി. അങ്ങനെ വലിയ തോതിലുള്ള നേട്ടമാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുടെ ഫലം എന്ന് പറയുന്നത്. മാത്രമല്ല 650-ലധികം മാർക്ക് നേടിയ 1492 കുട്ടികൾ ഉണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യോഗ്യത നേടിയത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ പുനഃപരീക്ഷാ ഫലത്തിന് ഉണ്ട് എന്നതും ശ്രദ്ധയോടെ നമ്മൾ കാണണം. മാത്രമല്ല രാജ്യത്തുടനീളം നടത്തിയ ഈ പരീക്ഷ, ആദ്യഘട്ടത്തിൽ നടത്തിയ പരീക്ഷ വിവാദങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. പിന്നീട് വീണ്ടും പരീക്ഷ നടത്തി. ആ പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഏജൻസി തന്നെ പറയുന്നതനുസരിച്ച് 138 പേർ ഇത്തവണ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നു എന്നത് ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമാണ് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ ഈ പരീക്ഷാഫലം അറിയാൻ കഴിയും. തീർച്ചയായും അതാണ്. ഏതായാലും നീറ്റ് പരീക്ഷാഫലം ഏറെ ആശങ്കകൾക്കും വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ പരീക്ഷാഫലം വന്നിരിക്കുന്നു. കേരളത്തിനും ഒരുപാട് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ടുണ്ട്. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ +1 പരീക്ഷാ ഫലം ഇന്നറിയാം. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെയാണ് ഫലം പ്രസിദ്ധീകരിക്കുക. 2 തവണ മാറ്റിവെച്ച ശേഷമാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മാർച്ച് മാസം നടന്ന പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഫലം results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. മുൻവർഷം ജൂൺ 2-നായിരുന്നു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിലും മറ്റുമാണ് ഫലപ്രഖ്യാപനം ഇങ്ങനെ നീട്ടിവെച്ചത്. മറ്റു വാർത്തയിലേക്ക്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനും നിലവിലെ സെക്രട്ടറി K ബിജുവിനുമെതിരായ കോടതിയലക്ഷ്യ നടപടിയിൽ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കും. INTUC നേതാവായ കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കാനിരിക്കുന്നത്. കോടതിയലക്ഷ്യ നടപടി തുടരാൻ തീരുമാനിച്ചാൽ 2 IAS ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി കുറ്റാരോപണ മെമ്മോ നൽകും. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനും കോർപ്പറേഷൻ മുൻ MD KA രതീഷിനുമെതിരെയാണ് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. 3 തവണ അനുമതി നൽകാത്തതിനെ തുടർന്ന് ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തിരുന്നു. തുടർന്ന് പുറത്തിറക്കിയ ആദ്യ അനുമതി ഉത്തരവിൽ ഹൈക്കോടതി വിരുദ്ധ പരാമർശം കൂടി ഉൾപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ചു പങ്കെടുക്കുന്നത് വിലക്കിയ DGPയുടെ ഉത്തരവിന് സ്റ്റേ. സർക്കുലർ നടപ്പാക്കുന്നത് 1 മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 600ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ട
ടാൽറോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാൻ 25-ന് മുൻപ് നടക്കുന്ന അടുത്ത യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകി. അഡീഷണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ CEO മാത്രമാണ് പങ്കെടുത്തത്. ഉടമ എത്താത്ത പക്ഷം റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കും. കമ്പനി നടത്തിയ നിയമവിരുദ്ധമായ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അഡീഷണൽ ലേബർ കമ്മീഷണർ സുനിൽ വ്യക്തമാക്കി. ഈ സഫീർ എന്ന് പറഞ്ഞ ഈ കമ്പനി ഉടമ തന്നെ 25-ാം തീയതിക്കുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൂടാതെ ഒരു ഡേറ്റ് ഏകപക്ഷീയമായി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നതിന് പകരം, അതായത് ഇദ്ദേഹത്തിന് എന്നാണോ ഈ 25-ാം തീയതിക്കുള്ളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു തീയതി അത് അറിയിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ രീതിയിൽ തന്നെ മീറ്റിംഗ് നടത്താം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഡേറ്റ് സ്വീകാര്യമല്ല, അന്ന് ഞങ്ങൾക്ക് മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി തന്നെയാണ് ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് കൊടുത്തത്. ഇനി അദ്ദേഹം ഒരു ഡേറ്റ് തരാത്ത പക്ഷം കൃത്യമായ രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 25-ാം തീയതിക്കുള്ളിൽ തന്നെ ചർച്ച നടക്കുന്ന രീതിയിലുള്ള ഒരു തീയതി ഈ തൊഴിലാളികളെയും മാനേജ്മെൻറ്റിനെയും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. അല്ലാതെ വേജ് കോഡ് അനുസരിച്ച് ഈ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ശമ്പളത്തിന് ബന്ധപ്പെട്ട ലേബർ കോടതികൾ കേസ് ഫയൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ കൊടുക്കാത്ത പക്ഷം മറ്റ് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും. അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. നിഹാദ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയെ പോലീസ് സമീപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. അതേസമയം തൊപ്പി മരിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തൊപ്പിയുടെ സുഹൃത്ത് മമ്മുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിനിയുടെ പരാതിയിലാണ് മഞ്ചേരി പോലീസ് മമ്മുവിനെ അറസ്റ്റ് ചെയ്തത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ പങ്കെടുക്കുന്ന പ്രഭാത ചായ സൽക്കാരം ഇന്ന് പാണക്കാട് നടക്കും. രാവിലെ 9 മണിക്കാണ് യോഗം. മന്ത്രിമാർ പാർട്ടിക്ക് വിധേയരാകുന്നില്ല എന്ന വിമർശനം ശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് ചായ സൽക്കാരം എന്ന പേരിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ MSFും യൂത്ത് ലീഗും മന്ത്രിമാർക്കെതിരെ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചായ സൽക്കാരം എന്ന പേരിൽ ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഈ പാണക്കാട് സാധാരണ ഇത്തരം മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട്, പക്ഷേ ഇത്തവണ കുറച്ചുകൂടി പ്രത്യേകതകളും ചില കാര്യങ്ങളൊക്കെ മന്ത്രിമാരെ അറിയിക്കാനുമൊക്കെ ഉണ്ടെന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സാധാരണ ചായ സൽക്കാരം എന്ന തരത്തിൽ പാർട്ടി ഇതിനെ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അത്തരത്തിൽ ഒരു വിശദീകരണം ഇത് നൽകുന്നത്. മന്ത്രിമാർ ആയതിനു ശേഷം എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് പാണക്കാട്ടേക്ക് വിളിച്ച് ഒരു പ്രഭാത ചായ നേതൃത്വവും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന സാധാരണ രീതിയിൽ നടക്കുന്നു എന്ന തരത്തിലൊരു വ്യാഖ്യാനം കൊടുക്കാനാണ്. പക്ഷേ മറുവശത്ത് നമുക്കറിയാം, ഈ MSFും യൂത്ത് ലീഗ് അടങ്ങുന്ന യുവജന വിഭാഗങ്ങൾ ഈ മന്ത്രിമാരുടെ പല സമീപനങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. പ്രത്യേകിച്ച് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലൊക്കെ പാർട്ടി നിർദ്ദേശിച്ചവർക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായിട്ട് സമരം ചെയ്യുകയും മർദ്ദനമേൽക്കുകയും ജയിലിൽ പോവുകയും ചെയ്തവർക്ക് ഒരു പരിഗണനയും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അവിടെയൊക്കെ മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന വിമർശനം വലിയ തോതിൽ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കുള്ളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്ന തരത്തിൽ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ നേതൃത്വം അക്കാര്യങ്ങളിലൊരു വിശദീകരണം തേടുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ആ വിവാദങ്ങൾ ഒഴിവാക്കാൻ ചായ സൽക്കാരം എന്ന പേരിൽ അത്തരത്തിൽ അവരെ ക്ഷണിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ചർച്ചകൾ നടക്കും. പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളെ പാർട്ടിക്ക് തടയിടേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പല നയങ്ങളിലും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം നീങ്ങുന്ന ആക്ഷേപം പല വിഷയങ്ങളിലും ഉയർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ PM ശ്രീ ആവട്ടെ, അതേപോലെ PMAY പദ്ധതിയുടെ ലോഗോ വീടുകളിൽ പതിക്കുന്ന വിഷയമാകട്ടെ, അങ്ങനെ പലതിലും പാർട്ടിക്ക് രണ്ടഭിപ്രായങ്ങളുണ്ട്. മന്ത്രിമാർ എടുക്കുന്ന കാര്യങ്ങളിൽ അതേപടി അംഗീകരിക്കുന്ന നിലപാടല്ല പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നേതൃത്വ മന്ത്രിമാരുമായി ചർച്ച ചെയ്യാൻ കൂടിയാണ് ഈ ഒരു ചായ സൽക്കാരം എന്ന പേരിൽ യോഗമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. രാവിലെ 9 മണിക്കാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്ന് തന്നെയാണെങ്കിലും പാർട്ടി മുസ്ലിം ലീഗ് മന്ത്രിമാരെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഈ ഒരു ചായ സൽക്കാരത്തെ കാണുവാൻ.
ബി.ജെ.പിയുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് നിലപാടെടുത്ത UDF സർക്കാർ ന്യൂനപക്ഷങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യമനുസരിച്ചാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാർ സമ്മതിച്ചിരിക്കുന്നതാണ് CPM-ന്റെ ആരോപണം. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എടുക്കുന്ന നയപരമായ ഓരോ നിലപാടിലും സംഘപരിവാർ അജണ്ടയുണ്ട് എന്ന് കാണാം. വർഗീയതയ്ക്ക് സാഷ്ടാംഗം കീഴടങ്ങുന്ന UDF സർക്കാർ വഖഫ് ബോർഡ് നിലപാടിലൂടെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക അവലോകന യോഗം ഇന്നും തുടരും. കൊച്ചി ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ദക്ഷിണ മേഖലാ മേധാവി പ്രശാന്ത് കുമാർ പങ്കെടുക്കും. ഇന്നലെ കൊച്ചി ഓഫീസിന്റെ അധിക ചുമതല വഹിക്കുന്ന ചെന്നൈയിലെ അഡീഷണൽ ഡയറക്ടർ അദ്യുതയ് A. ആനന്ദിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തുടർ നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. കണ്ടുകെട്ടലിന് മുന്നോടിയായി വീണ ടിയുടെയും കുടുംബത്തിന്റെയും ആസ്തി വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്ക് സംബന്ധിച്ച് ശേഖരിച്ച തെളിവുകളും യോഗം വിലയിരുത്തുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അതോടൊപ്പം കേസിലെ പ്രധാന പ്രതിയായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിലും ഇന്ന് വിധി പറഞ്ഞേക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. UDF സർക്കാർ വന്ന ശേഷം ആരംഭിച്ച പ്രത്യേക സംഘത്തെയൊക്കെ വെച്ച് നടത്തിയ അന്വേഷണമാണ്. ഇപ്പോൾ അതിന്റെ ഒരു സ്ഥിതി എന്താണ്? രഞ്ജിത്ത്, കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സമഗ്രമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി ജിതിൻ ഭാസ്കർ എന്ന DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജില്ലാ കോടതി ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് താനും കേസിൽ ഒരുപക്ഷെ പ്രതി ചേർക്കപ്പെടാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണനും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ റിബേഷിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ സാരമായി ബാധിക്കും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശക്തമായി ഈ മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് ആദ്യം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ റിബേഷ് ആണ് എന്നാണ് പ്രോസിക്യൂഷൻ ബാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ ആരോപണ വിധേയനായ ആൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനും ഒപ്പം അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇരു വിഭാഗത്തിന്റെ വാദമുഖങ്ങൾ പൂർത്തിയാകുകൂടി ഇന്ന് വിധി പറയാനായി സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി മാറ്റുകയും ചെയ്തു. ഒപ്പം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്ത ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. വടകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സംബന്ധിച്ച ഹർജി നൽകിയിരിക്കുന്നത്. പ്രതി ആ കേസിൽ ജാമ്യത്തിനിറങ്ങിയ ശേഷം ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയും കേസിന്റെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അന്വേഷണം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജിതിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണമെന്ന് SIT കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയിലും വിശദമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ടിരുന്നു. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ വിധി പറയും എന്നാണ് നമുക്ക് അഭിഭാഷകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ഈ അത്യാധുനിക ട്രെയിൻ സർവീസ് ആരംഭിക്കുക. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ തുടരും. You think champion made in the arena?
മാർക്കറ്റ് താഴെയോ? കഴിഞ്ഞ തവണ ഇങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ SIP നിർത്തി. കൂടുതൽ നഷ്ടമാവരുതെന്ന് തോന്നുന്നു. നേരെ വഴികാട്ടാൻ നമ്മളുടെ അടുത്ത് ഒരു എക്സ്പേർട്ട് ഉണ്ട്. സത്യത്തിൽ ആ സമയത്താണ് നിങ്ങളുടെ SIP ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിക്ഷേപം നിർത്തിവെക്കുന്നതാണ് നിക്ഷേപകർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരേ തുകയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ സാധിക്കും. ഇതിനാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. കോട്ടയം കുമരകത്തെ വലിയമട വാട്ടർ ഫ്രണ്ട് പാർക്ക് അടച്ചുപൂട്ടി. പാർക്കിലേക്കുള്ള വഴിയിലെ കയ്യേറ്റം മൂലം വലിയ വാഹനങ്ങൾ കടക്കാതെ വന്നതോടെയാണ് സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത്. പാർക്കിന്റെ മധ്യഭാഗത്തു കൂടി KSCB ലൈൻ പോകുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചു. മാസവാടക നൽകാൻ കഴിയാതായതോടെയാണ് നടത്തിപ്പുകാരൻ പാർക്ക് പൂട്ടിയത്. വെറുതെ കടന്നിരുന്ന ഒരു കുളം ഏറ്റെടുത്ത് ഒരു വാട്ടർ ഫ്രണ്ട് പാർക്കാക്കി മാറ്റുന്നു. ഐമനം ഗ്രാമപഞ്ചായത്തും DTPCയും ഒക്കെ ചേർന്ന് വലിയ മടയിൽ നടപ്പാക്കിയത് ഇതായിരുന്നു. പക്ഷേ ഇന്ന് ആ പദ്ധതി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ആദ്യഘട്ടത്തിൽ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിച്ചിരുന്ന ഇടമായിരുന്നു വലിയമട വാട്ടർ ഫ്രണ്ട് പാർക്ക്. വിവാഹ സൽക്കാരങ്ങൾക്കുൾപ്പെടെ ഇവിടം വേദിയായി. എന്നാൽ വലിയ വാഹനങ്ങൾ കടക്കാൻ പറ്റാതായതോടെ കൂട്ടമായെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. ഇതോടെ പ്രവർത്തനം നഷ്ടത്തിലായി. നേരെ ക്രോസ് ആയിട്ടും മരം നിൽക്കുക. അപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകൾ വെട്ടാനായിട്ടും റോഡിൻ്റെ വീതി കൂട്ടാൻ 8 മീറ്റർ വീതിയുള്ള റോഡാണ് ഇവിടുന്ന് ഈ പ്രോപ്പർട്ടി മുതൽ റോഡ് വരെയുള്ളത്. അതായത് 700 മീറ്ററാണ് അതിൻ്റെ വീതിയുള്ളത്. ആ പ്രോപ്പർട്ടിക്കകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ പോലും വഴിയില്ല. വീതിയുള്ള വഴിക്കകത്തോട്ടേ വാഹനങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ ഒരു കാർ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാറിന് ക്രോസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ബാക്കിയുള്ളവരുടെ സ്ഥലങ്ങളിലേക്ക് കയറ്റി കൊടുക്കേണ്ടി വരുന്നത്. അതും പഞ്ചായത്ത് സ്ഥലത്തിൽ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ചെടി വെച്ചും കൃഷി നടത്തിയും ഒക്കെ അങ്ങനെ മുഴുവൻ ബ്ലോക്കായിരിക്കുക. പ്രദേശവാസികളായി 22ഓളം പേർക്ക് ഇവിടെ തൊഴിൽ നൽകിയിരുന്നു. പാർക്ക് പൂട്ടിയതോടെ ഇവരുടെ ജോലിയും പ്രതിസന്ധിയിലായി. സിപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും അതും നടപ്പായില്ല. 20, 22, 25 പേര് വരെ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഇപ്പം അത് ചുരുങ്ങി ആകെ ഒരാൾക്കായി ഇപ്പം ജോലി. ആ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പം ജോലിയുള്ളൂ. നാട്ടുകാർക്ക് എല്ലാ നാട്ടുകാരും നടന്നു വരുന്ന ദൂരം ഉള്ള മാത്രം. അതായത് അവർ ഗ്രൂപ്പായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 20 പേരാണെന്നുണ്ടെങ്കിൽ അടുത്ത 20 പേര്, അങ്ങനെ പലരും ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. 20 പേരുടെ ഒരു ഗ്രൂപ്പ് വരാണ് പിറ്റേ ദിവസം. അങ്ങനെ ഒരു 6 ബാച്ചായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പാർക്കിന് നടുവിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ KSCB നടപടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വലിയ വാഹനങ്ങൾ എത്താതെ മാസം 3 ലക്ഷത്തോളം ചെലവ് വരുന്ന പാർക്കിന്റെ പ്രവർത്തനം ലാഭത്തിലാകില്ല എന്നാണ് നടത്തിപ്പുകാരൻ പറയുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഫലത്തിൽ നിലച്ചിരിക്കുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയമടയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. പാലക്കാട് പട്ടാമ്പി ആമയൂരിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി പാറമടയിൽ കൂട്ടിയ മണ്ണ് നീക്കാൻ നടപടി തുടങ്ങി. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജിയോളജി വകുപ്പിന്റെ പരിശോധനയെ തുടർന്നാണ് നടപടി. മൺകൂന മഴയിൽ കുത്തിയൊലിച്ച് താഴ്ഭാഗത്തെ വീടുകളിലേക്ക് എത്തിയതോടെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിജയകരമായ 2 വർഷങ്ങൾ പൂർത്തിയാക്കി. 100 കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി മാറിയ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസേന 3 നേരവും സൗജന്യമായ ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത ആശുപത്രി. പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോളും കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളുമാണ്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റ്. കഴിഞ്ഞ മാസം ഇത് 2 വർഷം വിജയകരമായി പൂർത്തീകരിച്ചു. ഇത് പൂർണ്ണമായും സ്പോൺസർ ചെയ്യുന്നത് പൊതുജനങ്ങളാണ്. നമ്മൾ 3 നേരവും സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. ഇത് ഓരോ നേരവും സ്പോൺസർഷിപ്പ് കണ്ടെത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സ്ഥിരമായി എല്ലാ മാസവും ഫുഡ് സ്പോൺസർ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളും അതുപോലെ സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട്. ഇവിടുത്തെ രോഗികൾക്ക് നമുക്കൊരു പദ്ധതി ആരംഭിക്കാം. അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഇത്തരത്തിലുള്ള അവരുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള സ്വഭാവം രൂപീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞത് പ്രകാരം ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റ് എന്ന ആശയം വരികയുണ്ടായി. ഈ പദ്ധതിയിലൂടെ ഈ 2 വർഷം കൊണ്ട് ഏകദേശം 1,70,000 പ്ലേറ്റ് ഭക്ഷണം നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയായി ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാല് വയ്യാതെ വന്നതാണ്. ഇവിടെ വന്ന അന്നു മുതൽ ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ
3 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്. വിശപ്പ് എന്നാന്ന് ഇവിടെ വന്നേ പിന്നെ അറിഞ്ഞിട്ടില്ല. ഒരു സാധനം ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കലില്ല. ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ചേട്ടനുള്ളതും എനിക്കുള്ളതും. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിങ്ങനെ ആകെ 1,70,000 പ്ലേറ്റ് ഭക്ഷണം ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്മദിനം, വിവാഹ വാർഷികം, ഓർമ്മദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. സർക്കാർ ആശുപത്രി ചികിത്സയുടെ മാത്രമല്ല കരുതലിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഇടമാകണമെന്ന സന്ദേശമാണ് ഈ പദ്ധതി നൽകുന്നത്. ന്യൂസ് 18 കോതമംഗലം. മൺസൂൺ അവസാനിക്കാറായിട്ടും സജീവമാകാതെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. മഴ കുറഞ്ഞതിനാൽ മൺസൂൺ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണ ഇടുക്കിയിലേക്ക് സഞ്ചാരികളും എത്തിയിട്ടില്ല. പ്രധാന ജലാശയങ്ങളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ജലസമൃദ്ധമാകാറുള്ള നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചയാണിത്. പാറക്കെട്ടുകൾ മുഴുവൻ നിറഞ്ഞ് വലിയ ശബ്ദത്തോടെ താഴേക്ക് പതിച്ചിരുന്ന ജലപാതം ഇത്തവണയില്ല. വേനൽക്കാലം പോലെ നേർത്ത വെള്ളച്ചാട്ടം മാത്രം. ടൂറിസം ഓഫ് സീസൺ ആണെങ്കിലും മഴക്കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികൾ മുൻവർഷങ്ങളിൽ ഇടുക്കിയിലേക്ക് എത്താറുണ്ടായിരുന്നു. പ്രധാനമായും അറബ് രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമാണ് സഞ്ചാരികൾ എത്തിയിരുന്നത്. ഇത്തവണ പേരിന് പോലും ആരുമില്ല. ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കി ജില്ലയിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളും മറ്റ് ഹൈ റേഞ്ചിലെ ഈ മൺസൂൺ പ്രതീക്ഷിച്ച് വരുന്ന ആളുകളെല്ലാം ബുക്കിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മഴ നടത്തമടക്കമുള്ള മൺസൂൺ ആക്ടിവിറ്റികളും ഇത്തവണ സഞ്ചാരികൾക്കായി നടത്തിയില്ല. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലുമെല്ലാം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജലനിരപ്പ് വളരെ കുറഞ്ഞതും മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പീരുമേട്ടിൽ കാട്ടാന ശല്യം രൂക്ഷമായതായി പരാതി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ദിവസങ്ങളായിട്ടും കാട് കയറിയിട്ടില്ല. വനം വകുപ്പ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരാഴ്ചയായി പീരുമേട് മേഖലയിലെ മഞ്ചുമല, രാജമുടി, പട്ടുമല ഭാഗങ്ങളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വൻ കൃഷിനാശമുണ്ടാക്കിയതായും കാട് കയറാതെ ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതും ജീവന് ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. 10 രൂപ ആദായം കിട്ടി എൻ്റെ കുടുംബം നോക്കണോ, അച്ഛനമ്മയെ നോക്കണോ, ബാങ്കിലോട്ട് പലിശ അടയ്ക്കണം. ഇപ്പം നമ്മൾ വിളവെടുക്കാൻ നേരത്താ ഇങ്ങനെ വന്നിട്ട് അന്യം വരുന്ന നാശമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എനിക്ക് എങ്ങനെ പോയാലും 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് തീർച്ചയായിട്ട് ഇത് നടത്തി തരണം. ഒന്ന്. രണ്ടാമത് ഈ ആനയെ ഇവിടെ നിന്ന് വനത്തിലോട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ചെയ്യണം. ഒരു 4 ആന ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും ഒന്ന് വിടാനുള്ള സംവിധാനം ചെയ്ത് ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. പട്ടുമല എസ്റ്റേറ്റിലെ പൂങ്കാവനം ഭാഗത്താണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെയുള്ള ആനകളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇടയ്ക്ക് വനപാലകരെത്തി പടക്കം പൊട്ടിച്ച് മടക്കുന്നതല്ലാതെ ജനങ്ങളുടെ ജീവന് സുരക്ഷയ്ക്കാവശ്യമായ നടപടികൾ ഒന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ നീലവസന്തവുമായി ഇടുക്കി വീണ്ടും കുറിഞ്ഞിപ്പൂക്കാലത്തിന് ഒരുങ്ങുന്നു. മൂന്നാറിലെ ചൊക്രമുടി ഉൾപ്പെടെയുള്ള മലനിരകൾ അടുത്ത സെപ്റ്റംബറോടെ നീലപ്പട്ടൊടുക്കും. പശ്ചിമഘട്ട മലനിരകൾ ഒരിക്കൽ കൂടി നീലവസന്തത്തിന് ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നീ 5 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പലതും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതിലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറി തച്ചുടച്ച 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായും തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങൾ ഒഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന കുറിഞ്ഞിച്ചെടികൾ. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ ഒരു പുണ്യനിമിഷം കൂടിയാണിത്. ഈ നീലക്കുറിഞ്ഞ് പൂക്കുന്ന വർഷം പക്ഷേ തേനീച്ച പെരുന്തേനീച്ചൊക്കെ കടിക്കും. പക്ഷേ തേൻ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ തേനെടുത്ത് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ രാവിലും മൊത്തമായിട്ട് പൂക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം അനൗദ്യോഗികമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ്, KFDC,
DTPC, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് പ്രധാന തീരുമാനം. മേഖലയിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തും. കർണാടക, തമിഴ്നാട്, ഗോവ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിടാറുണ്ടെങ്കിലും മൂന്നാറിന്റെ മണ്ണിലാണ് വ്യാപകമായി പൂവിടുന്നത്. 1 മുതൽ 12 വർഷം വരെയുള്ള ഇടവേളകൾ പൂക്കുന്ന 64 ഇനം കുറിഞ്ഞുകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. ഇതിൽ 47 എണ്ണം മൂന്നാറിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം റവന്യൂ ഭൂമിയാണെന്നും റോഡ് പുറമ്പോക്കാണെന്നും വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ഇവിടെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ല. ഈ പ്രദേശം വനഭൂമിയാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് വനംവകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിരുന്നു. സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. റവന്യൂ ഭൂമിയെന്ന് പറയുമ്പോഴും മുൻ സർക്കാരിന്റെ കാലത്ത് വേണ്ടത്ര ഇടപെടൽ നടത്താത്തതിനെ തുടർന്ന് കോടതി വനംവകുപ്പിന് അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതോടെയാണ് നിർമ്മാണം നിലയ്ക്കാനിടയായത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വനഭൂമികൾ അതിർത്തി കണ്ടെത്തി റോഡ് കടന്നുപോകുന്ന ഇരുവശവും റോഡിന് പുറമ്പോക്ക് ഭൂമിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ വനം വകുപ്പിന്റെ അവകാശവാദം സാങ്കേതികത്വം മാത്രമാണെന്നും റോഡ് നിർമ്മാണത്തിനാവശ്യമായ ഭൂമി റോഡ് പുറമ്പോക്കായി നിലവിലുണ്ടെന്നും സർക്കാർ കണ്ടെത്തി. അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വിധം ഈ റോഡ് വനം വകുപ്പിന് അവകാശമില്ലാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന PWDയുടേതാണ് എന്നുള്ള ഉറപ്പ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ഈ റോഡിന്റെ പണി ആരംഭിക്കുന്നതിന് കോടതിക്ക് തടസ്സമില്ല എന്നുള്ള ഒരു തീർപ്പാക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങുന്ന ബെഞ്ചിന്റെ ഈ വിധി സുപ്രധാനമാണ്. റോഡ് നിർമ്മാണത്തിനായി തിരുവിതാംകൂർ സർക്കാർ 1932 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പിന് സ്ഥലം കൈമാറുകയും 96 ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനവും പുറത്തിറങ്ങി. 1980 വനനിയമത്തിന് മുൻപ് വിട്ടുകൊടുത്ത ഭൂമിയായിരുന്നതിനാൽ വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയതോടെ കഴിഞ്ഞ 1 വർഷത്തിലധികമായി മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര നിവാസികൾ. ന്യൂസ് 18 ഇടുക്കി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് കൈമാറും. ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിക്ക് മേൽനോട്ട പിഴവും അശ്രദ്ധയും തട്ടിപ്പിന് കാരണമായി എന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. അനിൽ മിശ്രയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണത്തിലും സംഭാവനകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും സമഗ്ര പരിഷ്കരണത്തിനുള്ള ശുപാർശയും റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, വലിയ തട്ടിപ്പ് കണ്ടെത്തിയ ഒരു സംഭവമാണ്. SIT അന്വേഷണം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? ആരുടെയൊക്കെ തലയാണ് ഉരുളുക? രഞ്ജിത്ത്, ജൂൺ 13 അയോധ്യ ക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയത്. 15 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജൂൺ 23 9 പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകി. ജൂലൈ 1 15 ദിവസം കൂടി ഈ അന്വേഷണ സംഘത്തിന് നീട്ടി നൽകി. അത് ജൂലൈ 15 അവസാനിച്ചു. ഏത് നിമിഷവും ഈ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റോയ്ക്കടക്കം മേൽനോട്ടത്തിൽ ഗുരുതര പിഴവുണ്ടായി എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഈ ക്ഷേത്രക്കൊള്ളയ്ക്ക് വഴിവെച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. റിപ്പോർട്ടിൽ പേര് പരാമർശിക്കാതെയാണ് ചമ്പത്ത് റോയ്ക്കെതിരായ വിമർശനങ്ങൾ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അനിൽ മിശ്രയുടെ ഭാഗത്താണ്. അനിൽ മിശ്രയാണ് ക്ഷേത്രത്തിലെ സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അനിൽ മിശ്ര വരുത്തി. അത് ഈ ക്രമക്കേടിന് വഴിയൊരുക്കി എന്നാണ് മറ്റൊരു ഗുരുതരമായ പരാമർശം. മൂന്നാമത്തേത് ക്ഷേത്രത്തിലെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രത്തിലേക്ക് സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലടക്കം ജീവനക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ക്ഷേത്ര ട്രസ്റ്റിലെ പ്രമുഖർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടത്തിയത്. ഇതും ഈ തട്ടിപ്പിന് വഴിയൊരുക്കി എന്ന റിപ്പോർട്ടിലുണ്ട്. എന്തായാലും SIT സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ
ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളും ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും ബാങ്ക് ട്രാൻസാക്ഷൻസിലും അതോടൊപ്പം തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും വരുത്തേണ്ട പരിഷ്കാരങ്ങളുടെ ശുപാർശകളും ഈ റിപ്പോർട്ടിലുണ്ട്. ജൂലൈ 22-ന് ട്രസ്റ്റിന്റെ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഈ റിപ്പോർട്ട് UP സർക്കാരിന് സമർപ്പിക്കാനാണ് സാധ്യത. സമാന്തരമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. 8 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിലധികം കസ്റ്റഡിയിൽ റിമാൻഡിൽ വാങ്ങിയ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനിയും ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. അഞ്ചൽ ആലഞ്ചേരി സ്വദേശി നക്ഷത്രയുടെ 14ാം ജന്മദിനമാണ് ഇന്ന്. നക്ഷത്രയ്ക്ക് ആശംസ നേരുന്നത് അമ്മ അനിതയും അച്ഛൻ ഷാജിയും.